ബാണ ഹിൽസിലേക്കുള്ള ഏതാണ്ട് 5.5 കിലോമീറ്റർ നീളുന്ന കേബിൾ കാർ യാത്രയ്ക്കൊടുവിൽ ബാണ ഹിൽസിൻ്റെ ഉച്ചിയിൽ എത്തിയിരിക്കുകയാണ്. കാടുകളുടെ മീതെ വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു കേബിൾ കാർ യാത്രയാണ് ബാണ ഹിൽസിൻ്റെ അടിവാരത്തു നിന്നും ബാണ ഹിൽസിൻ്റെ ഉച്ചിയിലേക്കുള്ള യാത്ര. കാടിന് യാതൊരുവിധ നാശവും വരുത്താതെ, ഒരു മരം പോലും മുറിക്കാതെ, ഒരു കുന്നുപോലും ഇടിക്കാതെ അത്ര മനോഹരമായി കാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ ബാണ ഹിൽസ് എന്ന അത്ഭുത ലോകത്തേക്ക് യാത്രികരെ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ കാർ യാത്രയായ ബാണ ഹിൽസിലേക്കുള്ള യാത്ര. ഈ മനോഹര യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തിയ സഹയാത്രികർക്കൊപ്പം ഞാനും ഇവിടെയുള്ള അത്ഭുത കാഴ്ചകളുടെ വിസ്മയ ലോകത്ത് അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് എല്ലാവരെയും ഒരുമിച്ച് ചേർത്തി ആൾക്കാരെ എല്ലാവരും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നും എന്തൊക്കെയാണ് കാണേണ്ടതെന്നും എവിടെയായി എന്തൊക്കെയാണ് ഉള്ളതെന്നും ഒക്കെ ഒരു ചെറിയ വിവരണം തന്നതിന് ശേഷം എല്ലാവർക്കും ഇവിടെ നടന്ന് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനായി അനുവാദവും തന്ന് സമയപരിധിയും നിശ്ചയിച്ച് എല്ലാവരെയും പറഞ്ഞയക്കുകയാണ്. ഈ ബാണ ഹിൽസിൻ്റെ അത്യുച്ചിയിൽ സൺ വേൾഡ് എന്ന മായാലോകമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ബാണ ഹിൽസിൻ്റെ മുകളിൽ കാടിന് യാതൊരുവിധ നാശവും വരുത്താതെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇവിടെ പണിതീർത്തിരിക്കുന്നതും സൃഷ്ടിച്ചിരിക്കുന്നതും. അത്ര ഭംഗിയായിട്ടാണ് ഇവിടെയുള്ള ഓരോ നിർമ്മിതികളും നടത്തിയിരിക്കുന്നത്. അതിൽ ഈ ബാണ ഹിൽസിൽ എത്തിയാലുടൻ ആദ്യമേ തന്നെ നമുക്ക് കാണേണ്ടത് ഇവിടെ മനോഹരമായി നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന പഗോഡയും ബുദ്ധവിഗ്രഹവും മറ്റുമാണ്. ബൗദ്ധമതത്തിന് വളരെയേറെ പ്രാഗൽഭ്യമുള്ള ഒരു നാടായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായിട്ടാണ് ഇവിടുത്തെ ബൗദ്ധ പഗോഡകൾ നിർമ്മിച്ചിരിക്കുന്നത്. തറയെങ്ങും കോൺക്രീറ്റ് ഇട്ടോ അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ടോ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതാണ്. എങ്ങും ധാരാളം പൂന്തോട്ടങ്ങളും സസ്യസമ്പത്തും വെച്ച് അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന മനോഹര തോട്ടത്തിന് നടുവിലാണ് ഈ സൺ വേൾഡും ഒപ്പം ഇവിടെയുള്ള ബുദ്ധ പഗോഡകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. എത്ര കണ്ടാലും മതി വരാത്തത്ര അത്ഭുതകരമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടാൽ തനിമ തോന്നിക്കുന്ന വിധത്തിലാണ് ഇവിടെയുള്ള മരങ്ങളിൽ പഴങ്ങൾ പോലും ഇവർ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അത്ര മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. യാത്രികർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഹോട്ടലായാലും റിക്രിയേഷൻ ഫെസിലിറ്റികളായാലും മറ്റ് ഏതുതരം ഫെസിലിറ്റികളായാലും ഇവിടെ എല്ലാം ഒരുക്കി ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനും ഒരു ദിവസം മുഴുവനും ഇവിടെ ചിലവഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ ഭരണകൂടം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരിക്കൽ കൂടി ഈ വിസ്മയ ലോകത്തിൻ്റെ കാഴ്ചകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും എവിടേക്കാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടും ഒരു വട്ടം കൂടി ഒരു ചെറിയ ഡിസ്കഷൻ നടത്തിയതിന് ശേഷം പലരും പല വഴിക്കായി തിരികുകയും ഇവിടുത്തെ മനോഹര കാഴ്ചകളിലേക്ക് നടക്കുകയുമാണ്.
ബാണ ഹിൽസിൻ്റെ നെറുകയിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പഗോഡയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബൗദ്ധ ക്ഷേത്രങ്ങളും ബുദ്ധവിഗ്രഹവും ഒക്കെ കാണാനായി ഞാൻ എൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ സന്മനസ് കാണിച്ച സുമനസ്സുകൾക്കൊപ്പം ഈ ബാണ ഹിൽസിൻ്റെ ശിഖരത്തിലേക്ക് നടന്ന് കയറുകയാണ്. അനേകം സ്റ്റെപ്പുകളുണ്ട് ഈ ബാണ ഹിൽസിൻ്റെ മുകൾ വശത്തായി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പഗോഡയിലേക്ക് നടക്കുവാനായി. എങ്ങും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന, വളരെ മനോഹരമായി കാത്തുപരിപാലിക്കുന്ന വൃക്ഷസമ്പത്താണ് നമുക്ക് കാണാൻ സാധിക്കുക. ചെടികളും അലങ്കാരങ്ങളും കൗതുക കാഴ്ചകളും മറ്റ് അനേക രീതിയിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന വിഗ്രഹങ്ങളും ഒക്കെയായിട്ട് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ഈ പഗോഡയും മറ്റും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. കുറേയേറെ സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഈ പഗോഡയുടെ അടുത്തെത്താനായി. നടന്നു നീങ്ങുന്ന വഴിയിലുടനീളം യാത്രികർക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ വേണ്ടത്ര സൊവനിറുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് യാത്രികർക്കായി ഇവിടെ. അങ്ങനെ സുദീർഘമായ ഒരു നടത്തത്തിന് ശേഷം, ഏതാണ്ട് കുറേയേറെ സ്റ്റെപ്പുകൾ കയറിയതിന് ശേഷം ഈ ബാണ ഹിൽസിൻ്റെ ശൃംഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മെ അമ്പരപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ പൂന്തോട്ടവും മറ്റും ഒരുക്കിയിരിക്കുന്നതും ആ പൂന്തോട്ടങ്ങളുടെയും ഒക്കെ നടുവിലായി ഈ പഗോഡകൾ നിർമ്മിച്ചിരിക്കുന്നതും. എങ്ങും ഈ പൂന്തോട്ടത്തെയും ഇതിലെ സസ്യസമ്പത്തിനെയും മനോഹരമായി വളരെ കൃത്യതയോടെ കാത്തുപരിപാലിക്കുന്ന തദ്ദേശീയരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. തദ്ദേശീയരും വിദേശീയരുമായ അനേകായിരം യാത്രികരാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നതും എന്നോടൊപ്പം ഈ മനോഹര കാഴ്ചകളിലേക്ക് നടന്ന് നീങ്ങുന്നതും. അങ്ങനെ പല നിലകളിലായി പണിതീർത്തിരിക്കുന്ന മനോഹരമായ ഒരു പഗോഡകളുടെ സമുച്ചയമാണ് ഈ ഗിരിശൃംഗത്തിൽ നമ്മെ കാത്തിരിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയ്ക്കായി ഉള്ള പാതകളുടെ ഇരുവശങ്ങളും വളരെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, വളരെ മനോഹരമായി പൂച്ചെടികളും കൊണ്ട് അലങ്കരിക്കുക കൂടി ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്വർഗതുല്യമായ മനോഹരതയ്ക്ക് ഒരു കുറവും വരാതെ അത്ര മനോഹരമായിട്ടാണ് ഇവർ ഒരുക്കി വച്ചിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം സ്വർഗതുല്യമായ ഒരു കാഴ്ചയാണ് ഈ ഗിരിശൃംഗത്തിൽ കാത്തിരിക്കുന്നത്. എത്ര നടന്നാലും തീരാത്ത വിധം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ നടപ്പാതകളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. നടന്ന് തളർന്ന യാത്രികരും അതുപോലെ തന്നെ ഈ ഭംഗി ആവോളം ആസ്വദിച്ച് സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ യാത്രികരും ഒക്കെ ഇവിടെ നടന്നും ഇരുന്നും ഒക്കെ ഇതിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആവോളം ആസ്വദിക്കുകയാണ്. അങ്ങനെ നാം ഇപ്പോൾ നടന്നെത്തുന്നത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു പടുകൂറ്റൻ വിഗ്രഹത്തിന് മുന്നിലാണ്. കുബേരൻ എന്ന് അറിയപ്പെടുന്ന ഒരു വിഗ്രഹമാണ് ഇപ്പോൾ നാം നടന്നെത്തി നമ്മുടെ മുമ്പിൽ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സമ്പത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കുബേരൻ അറിയപ്പെടുക. കുബേരനെയും കടന്ന് നാം മുന്നോട്ട് നീങ്ങുമ്പോൾ 4 വശങ്ങളിലുമായി അനേകം പഗോഡകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓരോ പഗോഡയിലും ധൂപാർച്ചന നടത്തുന്ന ഭക്തരെയും നമുക്ക് ധാരാളമായി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ നിറച്ചും മറ്റും മനസ്സുരുകി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം തദ്ദേശീയരും വിദേശീയരുമായ ഭക്തരെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്നും അല്പം താഴേക്ക് നോക്കുമ്പോൾ
സൺവേൾഡ് എന്ന മായാലോകത്തിൻ്റെ മനോഹര നിർമ്മിതികളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. എങ്ങും പൂത്ത് പന്തലിച്ച് നിറഞ്ഞു നിൽക്കുന്ന ധാരാളം പൂച്ചെടികളും വൃക്ഷലതാദികളും പല പല നിറങ്ങളിലും പല പല രൂപങ്ങളിലും പല പല വർണ്ണങ്ങളിലും എങ്ങും പൂത്തലഞ്ഞു നിൽക്കുന്ന ധാരാളം പൂച്ചെടികൾ നിറ പുഞ്ചിരിയോടെ വരുന്നവരെ എതിരേൽക്കുന്ന കുബേര വിഗ്രഹം ഈ ഇവിടുത്തെ സൗന്ദര്യത്തിന് മാറ്റി വർദ്ധിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ വരുന്നവർ എല്ലാവരും കുബേര വിഗ്രഹത്തിന് മുന്നിൽ വന്ന് ഒരു ദർശനവും നടത്തിയിട്ടാണ് തങ്ങളുടെ മറ്റ് കാഴ്ചകളിലേക്ക് പോവുക. പല നിലകളിൽ കയറി നിന്ന് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലയുടെ ശൃംഗമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ വിസ്മയിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. ഇവിടെ ഉള്ള പല നിർമ്മിതികളിലും അത് നിർമ്മിക്കപ്പെട്ട വർഷവും അതിൻ്റെ പ്രാധാന്യവും ഒക്കെ ശിലാലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പഗോഡകൾ എന്നും അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഒരുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പഗോഡകളും. ബൗദ്ധ പഗോഡകളുടെ മറ്റൊരു പ്രത്യേകത നിറങ്ങൾ കൊണ്ടുള്ള ഒരു അത്ഭുത ലോക നിർമ്മിതിയാണ്. എങ്ങും നിറപ്പകിട്ടാർന്ന കൊടികളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു മായാലോകം തന്നെയാണ് ഈ പഗോഡകൾക്ക് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുക. ഏതു സമയവും ധാരാളം യാത്രികരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു മായാലോകമാണ് ഈ ബാണ ഹിൽസിലെ പഗോഡ സമുച്ചയം. പല പല പ്രായത്തിലും പല പല വേഷത്തിലും പല പല നാട്ടിലും നിന്ന് എത്തിയ ധാരാളം തദ്ദേശീയരും വിദേശീയരുമായ യാത്രികർ എത്ര കണ്ടാലും എത്ര ഫോട്ടോ എടുത്താലും എത്ര വീഡിയോ എടുത്താലും മതി വരാത്തത്ര ദൃശ്യവിസ്മയമാണ് നമുക്കായി ഈ മായാലോകം ഒരുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തദ്ദേശീയരായ ഒരാൾ ഒരു കുമ്പിൽ തൊപ്പിയും ഒക്കെ ധരിച്ച് വളരെ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകകരമായ കാഴ്ച സമ്മാനിക്കുകയായി. ഇനി നമുക്ക് ഈ വിസ്മയ ലോകത്ത് നമ്മെ കാത്തിരിക്കുന്ന ധാരാളം പരിപാടികളുടെ ലൈവ് ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. ഓരോ കാഴ്ചയും അത്രയേറെ വിസ്മയിപ്പിക്കുന്നതായതുകൊണ്ട് ഈ ഓരോ കാഴ്ചയും നിങ്ങൾക്കായി ഞാൻ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ശരിയായ ഒരു കാഴ്ചപ്പാട് ഇതേപ്പറ്റി ലഭിക്കാൻ